പക്ഷേ ഫറോവനെ കാണാം, മമ്മീസിനെ കാണാം. പണ്ട് മുതലേ സ്കൂളിൽ ചെറിയ സൂക്കുകളാണിത്, ഈജിപ്തിലെ പുരാതന സൂക്കുകൾ. ഗൈസ്, കൈറോ സ്ക്വയറിൽ കറങ്ങി തിരിയുകയാണ്. ബാങ്ക് ഇവിടുന്ന് ATM INR കൺവേർട്ട് ചെയ്ത് ഈജിപ്ഷ്യൻ പൗണ്ടാക്കി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇന്നിപ്പോൾ പോകുന്നത് ഫറോവ മ്യൂസിയം. ആ മ്യൂസിയത്തിലേക്ക് പോകാനുള്ള ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അവിടേക്ക് കയറാൻ പോവുകയാണ്. എൻ്റെ ബാക്കിലുള്ള ഇതാണ് മ്യൂസിയം, കാണുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് എൻട്രി ചെയ്യാൻ പോവുകയാണ്. പണ്ട് മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലായിടത്തു നിന്നും കേട്ട ഫിറോൻ, അതായത് ഫറോവ, ആ ആളുടെ മമ്മി കാണാൻ പോവുകയാണ്. ഇതോട്ടെ, ഇവിടെ ഇങ്ങോട്ട് വാ. യെസ്, ഇതാണ് എൻട്രൻസ്. ടിക്കറ്റ് കാണിച്ചു കൊടുക്കണല്ലേ? വളരെ എവിടെ ഇത് സ്ക്രീനാണ് കേട്ടോ, ജസ്റ്റ് സ്ക്രീൻ, നോട്ട് എ വാട്ടർ കൂടി. സംഭവം മ്യൂസിയം വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഫറോവനെ കാണാം, മമ്മീസിനെ കാണാം. പണ്ട് മുതലേ സ്കൂളുകളിലൊക്കെ കേട്ട് വരുന്ന ഒരു സംഭവമാണല്ലോ. ഗായ്സ്, കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. കണ്ടതും കേട്ടതും അറിഞ്ഞതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അത് മതി. ഫറോവ, അതായത് മമ്മീസ് മാത്രമേ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൂ. ഇവിടെ ഇതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് പണ്ടത്തെ ഓരോരോ ഇവിടെ ചെറിയ കാലി നഖമൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഒരു സാധനം, മമ്മി ഫിലിം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ അയാളുടെ മേത്ത് കയറുന്ന ആ ഒരു ജീവിയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, ഇതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് അവിടുത്തെ വലിയ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ് ഇതല്ലോ. ഇതുണ്ടല്ലോ, ഇവിടെ ബ്രേക്ക് ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ മമ്മീനെ സൂക്ഷിച്ച് വെക്കാറ്. എന്നിട്ട് ഈ വലിയ ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇവർ സൂക്ഷിച്ച് വെക്കും. ചില ആൾക്കാർ മറ്റേ പിരമിഡിൻ്റെ ഉള്ളിലും, ചില ആൾക്കാർ ഇതേപോലെ ബോക്സിൻ്റെ ഉള്ളിലാക്കി ബോഡി വെക്കും. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ ബോഡി എടുത്തിട്ട് ഇവിടെ ആ ചില്ലിൻ്റെ ഉള്ളിലിട്ട് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് കാണിച്ചു തരും. അതേപോലെ ഇവിടെ ഇങ്ങനത്തെ ബോക്സുകൾ ഒരുപാടുണ്ട്. ചിലതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ബോഡി അവരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ടുള്ള ബോക്സൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിന്. അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് പണ്ടത്തെ കൊക്ക. പിന്നെ മൃഗങ്ങൾ, ഇങ്ങനത്തെ ഓരോ ടൈപ്പ് പട്ടി, പശു, ആന, കാള, എല്ലാത്തിൻ്റെയും ഇങ്ങനത്തെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് സ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വെക്കും. എന്തിനാന്ന് എനിക്കറിയില്ല, ഓരോന്തൊക്കെ ഉണ്ടാവും. ഇവിടെ ഇതെല്ലാം അന്നത്തെ ഓരോ സിവിലൈസേഷൻ ഒരു സ്റ്റില്ലാക്കി വെച്ചതാണ്. ഇങ്ങനെ കല്ല് ഒരുപാടുണ്ട്. പിന്നെ ഒരു വീട്, ഇവിടെ മേലെ ഒരു ഹട്ട്.
ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇവിടെ എന്താ ഇതെന്താ? ഇതിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, കല്ലുകൾ. അന്നത്തെ പണ്ട് നമ്മൾ LKG മുതൽ പഠിക്കുന്ന സാധനം. ഇവിടെ ഒരു ബോഡി. ഇത് മറ്റേ പണ്ടത്തെ ആൾക്കാർ കല്ല് ഇങ്ങനെ കൂർപ്പിച്ചിട്ടാണ് കത്തി ഉണ്ടാക്കിയത്, തീ ഉണ്ടാക്കിയത്. ആ ടൈപ്പ് കല്ല്, കത്തി. പിന്നെ മറ്റേ അമ്പിൻ്റെ മുന്നിൽ ഒരു മൂർച്ച കിട്ടാൻ വേണ്ടി കെട്ടുന്ന അങ്ങനത്തെ ആ ടൈപ്പ് കല്ല്. എൻ്റെ ബാക്കിൽ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം സ്റ്റോറി പറയുന്ന ഡിസ്പ്ലേ ആണ്. താഴേക്ക് കാണിക്കും. ഫറോവനെയും ഒരുപാട് മമ്മികളെയും പണ്ടത്തെ എന്തെല്ലോ ഒരുപാട് സാധനങ്ങൾ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇവിടേക്കുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. 550 പൗണ്ട്, അതായത് ഫോറിനേഴ്സിന് 550 പൗണ്ട്. അതുതന്നെ സ്റ്റുഡൻറ്റ് ID കാർഡ് ഉണ്ടെങ്കിൽ 300 പൗണ്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഈജിപ്ഷ്യൻസിന് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലും അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസിലുള്ളത് പോലെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ പൈസ കുറവാണ്. അത്ര 20-70 അത്ര നല്ല കുറവാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം. ഗൈസ്, നൈൽ റിവർ. ദിസ് ഈസ് നൈൽ റിവർ. നാഷണൽ സിവിലൈസേഷൻ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഒഴുകുന്ന നൈൽ റിവർ. ഇവിടെ എന്തെല്ലോ പാർക്കെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിശാലമായി ഫ്ലോ ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വീഡിയോ. സോറി. ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ നൈലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ട്. ഈജിപ്തിലെ ഓട്ടോറിക്ഷ. Good. Africa, no, India. Citadel. Cairo Citadel. Khaled Muhammad Ali. No. Go. ഗായ്സ്, ഇതാണ് കൈറോ സിറ്റാഡൽ എൻ്റെ ബാക്കിൽ കാണുന്നത്. എൻ്റെ ഫ്രണ്ടിലെ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് സിറ്റാഡലിൻ്റെ ഫ്രണ്ട്. ഇവിടെ എല്ലാം ഉണ്ടോ ഒരു അടിപൊളി ഒരു മല അങ്ങനെ തുരന്നത്. ഇങ്ങനെ ഭയങ്കര സൺലൈറ്റ്. ഇതാണ് സിറ്റാഡൽ. ഈജിപ്തിലൊരു പുരാതന മാർക്കറ്റ് സൂക്കിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി നല്ല ആൻഷ്യൻ ഐറ്റംസും
എല്ലാ ടൈപ്പ് സാധനങ്ങളുള്ള ഒരു സൂക്ക്. അല്ല ഓട്ടർഷ അടിപൊളി, നല്ലൊരു വൈബ് വരുന്നുണ്ട് ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ. ഖാനൽ ഖലീലി എന്ന സൂക്ക് അന്വേഷിച്ച് ഇങ്ങനെ പോവാം. അപ്പം അതിൻ്റെ ഇടയിൽ കാണുന്ന ചെറിയ ചെറിയ സൂക്കുകളാണിത്, ഈജിപ്തിലെ പുരാതന സൂക്കുകൾ. ഇവിടുത്തെ ഓരോ പള്ളികൾ കാണിച്ചു തരാം. പണ്ട് ഇസ്ലാം ഉണ്ടായ അന്ന് ഉണ്ടാക്കിയ പള്ളിയാണ് തോന്നി പോകും, അത്രയും ഭയങ്കര. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിച്ച്. അപ്പോൾ ഒരു മാറ്റമില്ല, ഒരു പണ്ട് ഒരുപാട് മുന്നേ ചെയ്തു വെച്ച ഓരോ ഇൻറ്റീരിയേഴ്സും അന്നത്തെ കാർപ്പറ്റ്സും ഹൗലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ.